സത്യത്തിൽ തെളിവുകളുടെ അഭാവമാണോ ദിലീപിൻ്റെ രക്ഷയ്ക്ക് എത്തിയത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ വാർത്ത സൂക്ഷ്മമായി വീക്ഷിച്ച, ഈ വാർത്തയിൽ സജീവമായി ഇടപെട്ട മാധ്യമപ്രവർത്തക അപർണ സെൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി നോക്കാം. അതിജീവിതയുടെ ആവശ്യങ്ങൾ, ജഡ്ജിൻ്റെ പ്രവൃത്തി എന്നിവ കാണിച്ചുകൊണ്ടാണ് അപർണ ചില കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതിജീവിത ആവശ്യപ്പെട്ടത് എന്നെ കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതണമെന്നാണ്. ഉടനെ ജഡ്ജ് അതിന് മറുപടിയായി പറഞ്ഞത്, ഞാൻ നിന്റെ സ്റ്റെനോ അല്ല, നീ പറയുന്നത് എല്ലാം എഴുതാൻ എന്നായിരുന്നു. അതിജീവിത പറഞ്ഞു, ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണം, അത് എൻ്റെ ഭാവിയാണ്. പക്ഷേ ജഡ്ജി നിരസിച്ചു. മെമ്മറി കാർഡിലെ ഇല്ലീഗൽ ആക്സസിൽ അന്വേഷണം നടത്തി എൻ്റെ സ്വകാര്യത സംരക്ഷിക്കണം. പക്ഷേ ജഡ്ജി നിരസിച്ചു. അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ്, മൊഴിപ്പകർപ്പ് എന്നിവ വേണം. പക്ഷേ നിരസിച്ചു. ജാമ്യവ്യവസ്ഥ പ്രതി ലംഘിച്ചു, ജാമ്യം റദ്ദു ചെയ്യണം. പക്ഷേ ആ അപേക്ഷ തള്ളി. വിചാരണ തുറന്ന കോടതിയിൽ വേണം, സത്യം ജനങ്ങൾ അറിയട്ടെ എന്ന് അതിജീവിത പറഞ്ഞു. പക്ഷേ അത് നിരസിച്ചു. ഇതൊക്കെയാണ് അപർണ കൃത്യമായ രീതിയിൽ കുറിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, അടച്ചിട്ട കോടതി മുറിയിൽ ദിലീപ് പറഞ്ഞത് വാർത്തയായപ്പോൾ അത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതി കോടതിയെ സമീപിച്ചു. ജഡ്ജ് അത് അംഗീകരിച്ചു. ഇങ്ങനെ പോകുന്നു ദിലീപിന് അനുകൂലമായ കോടതിയുടെ നടപടികൾ.